പ്രപഞ്ച വ്യാപ്തി അനുരാഗം എന്ന് പറയുന്ന ഒരു മൂല്യത്തിന് അത് മെറ്റീരിയൽ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല കേട്ടോ, മറിച്ച് കവിതയുടെ ഒരു അനുഭവ ലക്ഷ്യമായിട്ട് അത് മാറുന്നു എന്നതിലാണ് അതിൻ്റെ ഒരു പ്രാധാന്യമുള്ളത്. ഒരു രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ ആശാന്റെ പ്രണയഭാവനയില് പവിത്രനും പലരും ഒക്കെ മുമ്പ് ചൂണ്ടിക്കാണിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, അനുരാഗം കുടുംബത്തിലേക്കല്ല. നമ്മുടെ സാധാരണ ഇപ്പോഴും വിട്ടുപോയിട്ടില്ലാത്ത ഒന്നാണല്ലോ, നിങ്ങൾ പ്രേമിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? വിവാഹം കഴിക്കുക, പിന്നെ കണ്ണീർപാടം എന്നാണല്ലോ. അപ്പോ ആശാന്റെ അനുരാഗത്തിന് പക്ഷെ ആ ഒരു സ്ഥാനമല്ല, ഗാർഹികതയിലേക്കുള്ള ഒരു മടക്കല്ല ആശാന്റെ അനുരാഗം, മറിച്ച് ഗാർഹികതയെ വിട്ടുകളല്ല. ആശാന്റെ അനുരാഗത്തിൽ നോക്കിയാൽ നളിനിയാകട്ടെ, ലീലയാകട്ടെ, ചെല്ലാല വിഷയാകട്ടെ, കരുണാകാരി ആവട്ടെ, ഗാർഹികതയുടെ ഒരു ആദർശ ലോകതയില്ല. വള്ളത്തോളിലൊക്കെ ഗാർഹികതയാണ് അതിൻ്റെ ഉച്ചസ്ഥാനം. ആശാൻ ഗാർഹികതയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കാട്, ചുടലപ്പറമ്പ്, രേവാനദിയുടെ തീരങ്ങൾ, ആത്മഹത്യ, വലിയ കലാപരിപാടികളിലാണ് ഇത് അവസാനിക്കുന്നത്. അല്ലാതെ സഹജമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തും ആശാൻ അനുരാഗത്തെ കൊണ്ടുചെന്ന് കിട്ടുന്നില്ല. ഒരു നിലയ്ക്ക് അതുകൊണ്ട് കേട്ടോ, യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേച്ഛയാൽ എന്ന് പറഞ്ഞ് അനുരാഗത്തിന്റെ ഒരു വിധ്വംസക ശേഷി ഒരു ഭാഗത്ത് ഉയർത്തിയിട്ടാണ് ആ വിധ്വംസകത്തെ നമ്മുടെ പതിവ് വിപ്ലവത്തിന്റെ അതിർത്തിയിൽ ആശാൻ നിർത്തുന്നില്ല. അതിനപ്പുറത്തേക്ക് തള്ളിവിട്ട് അതിനെ പ്രകൃതിയുടെ ഒരു ക്രമത്തിന് എന്താ പറയാ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. സഹജമായി നമ്മൾ കാണുന്ന ഒരു ക്രമത്തിനപ്പുറത്തേക്ക് അനുരാഗത്തെ അവിടെ കെട്ടഴിച്ച് വിടുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ആ നിലയിൽ ആലോചിച്ചാല് സ്ഥാപനപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ലോകനീതിയുടെ ആവർത്തനത്തിൻ്റെ ഒരു സ്ഥാനമോ ആയിട്ടല്ല അനുരാഗം ആശാനിക്ക് വരുന്നത്. ഒരു പുതിയ സാമൂഹ്യ സ്ഥാപനത്തിലേക്ക് കടന്നു നിൽക്കുക, കുടുംബം പോലെ ഒരു സാമൂഹ്യ സ്ഥാപനത്തിലേക്ക് കടന്നു നിൽക്കാനോ നിലനിൽക്കുന്ന ലോകവ്യവസ്ഥയെ മാനിക്കാനല്ല, അതിനപ്പുറത്തേക്കാണ്. തങ്ങൾക്ക് യഥാർത്ഥ അനുരാഗം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഡയറക്റ്റായ സീത പറയുന്നുണ്ട്. അതാണ് ഞങ്ങള് മരുവി മൃഗതുല്യ തങ്ങളും ഇരുമിയാർന്നൊരു ജീവി പോലവേ. പഞ്ചവടിയിൽ പാർക്കുന്ന കാലത്ത് രാമനും ഞാനും മൃഗങ്ങളെ പോലെ നിഷ്കളങ്കരായിരുന്നുവെന്ന്, ഇരുമിയാർന്നൊരു ജീവി പോലവേ ഞങ്ങൾ കാട്ടിൽ സ്നേഹനിർഭരരായിരുന്നുവെന്നും അല്ലാത്തൊരു പ്രയോഗം പിന്നാലെ വരുന്നുണ്ട്. ക്ഷിതിപാലക പട്ടബദ്ധമാം മതിയോ ധർമ്മകഠോരമെന്നുമാം. കൊട്ടാരത്തിലെത്തിയപ്പോൾ രാമന്റെ തോളിന് കട്ടികൂടി. ക്ഷിതിപാലക പട്ടബദ്ധമാം മതി. ഈ രാജാവിന്റെ കിരീടം ചൂടിക്കഴിഞ്ഞപ്പോ ബുദ്ധി അത് രാജാവിന്റെ കിരീടമൊക്കെ ഏറ്റുവാങ്ങിയപ്പോ ചർമ്മകാഠിന്യം വന്നു എന്നാണ് നമ്മൾ സാധാരണ പറയുള്ളൂ. തോലിന് നല്ല കട്ടിയാണ്. രാമനെ കുറിച്ച് അത് പറയുന്നുണ്ട്, ചർമ്മകഠോരം എന്നാണ്. അതിന്റെ പക്ഷെ മുമ്പീ കാടുണ്ട്, മുമ്പീ കാട് വരുന്നുണ്ട്. താങ്കള് ഭൂരിജന്തു ഗമനങ്ങൾ, ഭൂരുഹങ്ങൾ നിറഞ്ഞ കാടുകളെ കുറിച്ച് ആശാൻ ഗംഭീരമായിട്ട് ആ സീതാകാര്യത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ കാട് എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് എല്ലാ വ്യവസ്ഥകൾക്കും പുറത്തു നിൽക്കുന്ന ആദിമമായ ഒരു ചോദന എന്ന നിലക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പാശ്ചാത്യ റൊമാന്റിസിസത്തിന്റെ ഒരു കൽപ്പനയോട് ചേർത്ത് വെക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് അങ്ങനെ ചേർത്ത് വെക്കുന്നതിനേക്കാളൊക്കെ ആശാനിലെ കാട് ഈ നമ്മുടെ സാമൂഹ്യ ക്രമങ്ങൾക്ക് കുറുകെ പോകാൻ കൽപ്പുള്ള ഒരു സ്ഥലരാശിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, ഭക്തിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു ക്രോണോടോപ്പാണ്. ഒരു ചരിത്ര സന്ദർഭം, അതിൻ്റെ അനുഭവ ഘടന, അതുണ്ടാക്കുന്ന ചില മൂല്യങ്ങൾ, ഇതെല്ലാം ചേർന്ന് സമൃദ്ധമായിരിക്കുന്ന ഒരു സ്ഥാനമായിട്ട് കാട് മാറും. അല്ലാതെ ആദിമമായ ഒരു പ്രഭവസ്ഥാനം, ഒരു കേവലമായ വന്യദേവസ്ഥാനം എന്നതല്ല. അതൊരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ സ്പേസ് കൂടിയായിട്ടാണ് ആശാൻ്റെ അത് വരുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ ആലോചിച്ചാല് ഈ ആശാന്റെ അനുരാഗം ഞാൻ പറഞ്ഞു നിർത്തിയാല് ഒരു ഭാഗത്ത് ആധുനികമായ ഒരു ആത്മത്തെ അതിൻ്റെ ഒരു സംസ്ഥാപന സാമഗ്രിയായിട്ട് അനുരാഗം മാറും. എന്നാൽ അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ആത്മവും അതിൻ്റെ ആധാരമായ അനുരാഗവുമാകട്ടെ ചരിത്രമുക്തവും സംഘർഷരഹിതവുമായ ഒരു കേവല മൂല്യമല്ല. ചരിത്രത്തിൽ ആഴത്തിൽ വേര് പിടിച്ച് അതിൻ്റെ വൈരുദ്ധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടിട്ടാണ് ഈ അനുരാഗം നിൽക്കുന്നത്. അനുരാഗം ഒരു പരിസമാപ്തിയല്ല, അനുരാഗം ഒരു ഓൺഗോയിങ് സ്ട്രഗിളായിട്ട് ഒരു തുടരുന്ന
സംഘർഷം ആശാനില്ല. അങ്ങനെ ആലോചിച്ചാൽ വേണമെങ്കിൽ ജെയിംസിനൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ, ഒരു നെഗറ്റീവ് വാസ്തവത്തിൽ ആദ്യം അത് ഒരു റിയൽ പൊളിറ്റിക്കൽ പ്രോബ്ലത്തിന് ഒരു ഇമാജിനറി സൊല്യൂഷൻ നൽകുന്നു. അപ്പോ ആ സൊല്യൂഷൻ്റെ ഉള്ളിലും ബീജരൂപത്തിൽ ഈ സംഘർഷം തുടരും. ആ തുടർച്ച ഏറ്റവും ഗാഠമായി രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നിങ്ങനെ പൊളിറ്റിക്കൽ അൺകോൺഷ്യസിനെ കുറിച്ചുള്ള ആലോചനകൾ ജെയിംസൺ പറയുന്നുണ്ട്. ആശാനിലെ പ്രത്യക്ഷമായ ഒരു പരിഹാരം പക്ഷേ അനുരാഗാണ്. ലോകനീതി ലോകവൈരുദ്ധ്യങ്ങൾക്കുള്ള ഒരു ഇമാജിനറി സൊല്യൂഷനായിട്ട് അനുരാഗം വരുന്നുണ്ട് എന്ന് കരുതാം. പക്ഷെ അങ്ങനെ വരുന്ന സൊല്യൂഷനും വാസ്തവത്തിൽ പ്രശ്നത്തെ പരിഹരിച്ചിട്ടില്ല എന്നും ആ വിഷയം ആ വൈരുദ്ധ്യം തുടരുന്നുവെന്നും അനുരാഗത്തിനുള്ളിലെ ഈ വൈരുദ്ധ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ വൈരുദ്ധ്യം നിശ്ചയമായിട്ടും ആശാന്റെ കാവ്യഭാഷയെയും രൂപസംവിധാനത്തെയും കുറിച്ചുള്ള അക്കാലത്തെ വിമർശനങ്ങളോട് ചേർത്ത് വെച്ച് ആലോചിക്കുകയും ചെയ്യാം. ആശാന്റെ കാവ്യഭാഷ ഉചിതമായിരുന്നില്ല. പലപ്പോഴും അന്നത്തെ നിലയ്ക്ക് ലാളിച്ചു പെറ്റ ലത എന്ന് എഴുതുമ്പോൾ ലാളിച്ചിട്ട് എങ്ങനെ പ്രസവിക്കുമെന്നൊക്കെ അന്നത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ട്. ആശാനെ സംബന്ധിച്ച് പറയുന്നതിൻ്റെ തീക്ഷ്ണതയാണ്. ഗുരു വരെ അതിനോട് വിയോജിക്കുന്നുണ്ട്. ഗുരു ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ആശാൻ മനഖക എന്നെഴുതിയതിനോട് ഉള്ള വിയോജിപ്പില് അങ്ങനെ ഭംഗിക്ക് വേണ്ടി അങ്ങനെ മാറ്റരുത് എന്ന് ഗുരു പറയുന്നുണ്ട്. പക്ഷെ ആശാനൊരു മടി ഉണ്ടായിട്ടില്ല. ആശാനിൽ അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണും. ഇപ്പോൾ നമ്മുടെ ദ്വിതീയാക്ഷരപ്രാസത്തിനെതിരായിരുന്നല്ലോ AR രാജരാജൻ. ആശാൻ ARനെ തന്നെ ഗുരുവായിട്ടൊക്കെ സങ്കല്പിച്ച ആളാണ്. പ്രരോധനം അടക്കം എഴുതിയതാണ്. ARന്റെ പ്രധാനപ്പെട്ട വിമർശനം ദ്വിതീയാക്ഷരപ്രാസം പാടില്ല എന്നാണ്. AR മരിച്ചിട്ട് എഴുതിയ പ്രരോധനത്തിലടക്കം അത് നൽകിടാവതാരികയിൽ AR എഴുതുന്നുണ്ട്. അർത്ഥഭംഗിയിൽ ഇത്രയും ശ്രദ്ധിച്ച ആശാൻ ശബ്ദഭംഗിക്ക് വേണ്ടി ഇത്ര ബലം പിടിക്കാതിരുന്നെങ്കിൽ കവിതയ്ക്ക് കുറെ കൂടി ഗുണമായേനെ എന്ന് പറയുന്നുണ്ട്. ലീലയുടെ ആമുഖത്തിൽ ആശാൻ എഴുതുന്നുണ്ട്, അന്ന് AR ചെറുതെല്ലാം AR തമ്പുരാൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ശീലം കൊണ്ട് എനിക്കത് ഇപ്പോഴും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. മരണം വരെ ഒഴിവാക്കിയില്ല. കരുണയിലെത്തുമ്പോൾ മാത്രമാണ് ഈ ദ്വിതീയാക്ഷരപ്രാസത്തിൽ കുറച്ച് വിട്ടുവീഴ്ചയുള്ളത്. എന്നാലും വിഷയങ്ങളൊക്കെ അത് തുടരുന്നുണ്ട്. അത് വേറൊരു കാര്യം. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് അത് സീതാകവി പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി പറയാമെന്ന് കരുതുന്നുണ്ട്. അതായത് കവിതയിലെ ഒരു ചരിത്രത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതും വേറൊരു ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഏതോ നിലയിൽ ആശാൻ ഒരു ബോധമുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കും. കാരണം ഈ ദ്വിതീയാക്ഷരപ്രാസം ഇല്ലായ്മ ഈ കവിത എഴുതുകയാണോ? ഇപ്പൊ ഗുരുവിനെ കുറിച്ച് പറയും ഗുരു കവിത എഴുതിയിട്ടില്ല. ഗുരു കവിത മനസ്സിലിങ്ങനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കൊടുക്കും, ആരെങ്കിലും എഴുതും. ഇപ്പൊ ശിവശതകത്തിലോ മറ്റാണ് 40 ശ്ലോകങ്ങൾ എഴുതി വെച്ചത്. ആ പേപ്പർ എവിടെയോ പോയി. അപ്പോ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞ് അന്ന് എഴുതിയെടുത്തത് പോയി. അപ്പോൾ സ്വാമി അത് ഒന്നുകൂടി പറഞ്ഞു തന്നെ. അപ്പൊ ഗുരു പറഞ്ഞു അത് എഴുതിയ ആള് പോയി, അത് എഴുതിയ ആൾ ഇപ്പോഴില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആ ഒരു പറച്ചിൽ. അത് എഴുതിയ ആളില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നത് വാസ്തവത്തില് കവിത എഴുതുക എന്ന് നമ്മളിപ്പൊ പറയുന്ന അതേ രൂപത്തിലാണോ ഗുരുവോ അല്ലെങ്കിൽ ആശാനോ ഒക്കെ കവിതയിൽ പ്രവർത്തിച്ചത്? മറിച്ച് ഒരു നിലയിലുള്ള ഒരു ദീർഘമായ ഒരു വാമൊഴിയുടെയോ ഓർമ്മയുടെയോ ചൊല്ലലിന്റെയോ ഒക്കെ ഒരു പാരമ്പര്യത്തിലൂടെയാണ്. ആ പാരമ്പര്യത്തെ സംബന്ധിച്ച് ഈ പ്രാസവും നൃത്തമൊക്കെ വളരെ പ്രധാനമാണ്. അപ്പൊ ആശാൻ ഈ പാരമ്പര്യത്തെ ഇത്ര വിമർശനാത്മകമായിട്ട് നോക്കിയെങ്കിലും സംസ്കൃത വൃത്തം ഇടുന്നില്ല. വളരെ കുറച്ചാണ് ആശാൻ ദ്രാവിഡ വൃത്തങ്ങളിലേക്ക് ഈ അബ്ദുൽ ക്രീഡൊക്കെ എടുത്താണ് വിളയാടുന്നത്. സാധാരണ നിലയിൽ മനുഷ്യർക്ക് പെരുമാറാൻ പ്രയാസമുള്ള വൃത്തങ്ങളൊക്കെ ആശാൻ പുല്ലുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ പാരമ്പര്യത്തോട് ഒരു ഭാഗത്ത് ഇടയുന്ന സമയത്ത് തന്നെ പാരമ്പര്യത്തിന്റെ ഈ കൃതികളെ ബോധത്തോടെ തന്നെയാണ് നിലനിർത്തുന്നത്? അല്ലാതെ ഇപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടും വേണ്ടാന്ന് വെക്കുന്നില്ല. ദ്രാവിഡ വൃത്തം എഴുതാനായിട്ട് ആശാൻ ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. പക്ഷെ സംസ്കൃത വൃത്തം ആശാൻ ഉപേക്ഷിക്കുന്നില്ല. അപ്പോ ഈ ഒരു തരത്തിൽ ഞാൻ പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ടെൻഷൻ ആശാൻ അറിയാൻ തോന്നും. കാരണം ഇത് പ്രവർത്തിക്കാൻ ഇതേ പറ്റൂ എന്ന നിലയിൽ ഭാഷയിലുള്ള
അങ്ങനെ വരുമ്പോൾ രൂപപരമായ വലിയ സംഘർഷങ്ങളിലേക്കും അത് പോകും. കാരണം സംസ്കൃത വൃത്തത്തിന്റെയും സംസ്കൃത പദകോശത്തിന്റെയും ഒക്കെ ഒരു രീതിക്കുള്ളിൽ താൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പുതിയ അനുഭവ ലോകത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇവ തമ്മിലുണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ടാക്കാം. കാരണം ഒരു രൂപം എന്ന് പറയുന്നത് വെറുതെ ഒരു രൂപമല്ല, അത് അതിൽ തന്നെ ഒരു അനുഭവ മൂല്യത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പൊ ആ അനുഭവ മൂല്യവും ആശാന്റെ രൂപ സംവിധാനവും തമ്മിലും ചില വൈരുദ്ധ്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അക്കാലത്തെ ആളുകൾക്ക് ആശാന്റെ കവിതയോട് തൃപ്തി തോന്നിയതിന് അങ്ങനെ ഒരു കാരണം ഉണ്ടാവാം. കാരണം രൂപപരമായ ഒരു ഭദ്രതയോട് ഈ പുതിയ അനുഭവലോകം ഇടയുമ്പോൾ രൂപം തന്നെ ഒന്ന് ശിഥിലാവുന്നുണ്ടാവും. ആ ശൈഥില്യം ആശാന്റെ രൂപ സംവിധാനത്തിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിലയിൽ നോക്കിയാല് ആശാൻ കവിതകളിലുടനീളം ഈ അനുരാഗത്തിന് ഒരു വലിയ വൈരുദ്ധ്യാത്മക മൂല്യമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഒരു ഭാഗത്ത് അത് നടുവാഴ്ത്തത്തിന്റെയും ഒരു ആധുനിക പൂർവ്വ സമൂഹത്തിന്റെയും മനുഷ്യ ഭാവനയിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യ സങ്കല്പത്തിൽ നിന്ന് ആധുനികമായ ഒരു ആത്മതത്വത്തെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു മോഡേൺ ഇൻഡിവിജ്വലിനെ അനുഭവപരമായി സ്ഥാനപ്പെടുത്തുന്നതിൻ്റെ ഉപകരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപാധിയായിട്ട് സ്നേഹം മാറും. പക്ഷെ അങ്ങനെ മാറുന്ന സ്നേഹം തന്നെ ഒരു കേവലമായ ആദർശമായിട്ട് മാറുന്നില്ല. ഒരുപക്ഷെ ഒരു പൂർണ്ണ റൊമാൻറ്റിക്കിൽ അതങ്ങനെ ഒരു ആദർശമായിട്ട് അവസാനിക്കാം. ആശാൻ അങ്ങനെ ഒരു കേവല മൂല്യമായിട്ട് അനുരാഗത്തെ മാറ്റുകയോ ഇതൊരു അതീത സത്യമാണ് എന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയല്ല. ഈ കേവല മൂല്യമാകാൻ ശ്രമിക്കുന്ന അനുരാഗത്തെ ചരിത്രത്തിന്റെ സംഘർഷങ്ങൾക്കുള്ളിലേക്ക് ഇറക്കി വിടുകയും വീണ്ടും അതിനെ സംഘർഷഭരിതമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താനായി പണിതുയർത്തിയതിനെ താനായിട്ട് തന്നെ പൊട്ടിക്കാനോ അല്ലെങ്കിൽ അഴിക്കാനോ ഉള്ളൊരു ശ്രമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അകമേ വളരെ ചലനാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ആശാൻ കവിതയിലെ അനുരാഗ ഭാവന. അത് കേവലമായ ഒരു മൂല്യമായിട്ടല്ല. ഒരുപക്ഷെ ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ചോദ്യം വയ്ക്കാവുന്നത് പ്രണയത്തെ കുറിച്ചുള്ള ആശാന്റെ ഒരു വിമർശന ഭാവവും ആ കേവലമായ ഒരു താർക്കിക വിമർശനത്തിനപ്പുറത്തേക്ക് അനുരാഗത്തെയോ സ്നേഹത്തെയോ വികസിപ്പിക്കുന്ന ഒരു തലവും ആശാനിൽ കാണുന്നത് ഞാൻ കരുതുന്നത് ചിന്താവിഷ്ടയായ സീതയെ കുറിച്ചുള്ള ആലോചനകൾ പരമ്പരാഗതമായിട്ട് സീത ആധുനിക സ്ത്രീയാണോ വാൽമീകിയുടെ സീതയാണോ എന്ന ചർച്ചയിലാണ് പോയി വീണിട്ടുള്ളത്. അതിനെല്ലാം അപ്പുറത്ത് സീത സഞ്ചരിക്കുന്നുണ്ട് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അത് പ്രണയത്തിന്റെ ഒരു വിമർശന മൂല്യത്തെ ഉയർത്തിക്കൊണ്ട് തന്നെ ഒരു അതിവർത്തനത്തിന്റെ തലത്തിലേക്ക് പ്രണയത്തെ കൊണ്ടുപോകുന്നു. രാമനോട് സീത അവസാനം പുലർത്തുന്നത് ഒരു അനുതാപമാണ്, അല്ലാതെ വിമർശനവും വിദ്വേഷവും. അനുതാപത്തിന്റെ ഒരു തലം നമുക്ക് കാണാനായിട്ട് ഈ അനുതാപത്തിലേക്കുള്ള ഈ അനുതാപമാണ് പിന്നെ മൈത്രി എന്ന് പറയുന്ന വിപുലമായ ഒരാശയായിട്ട് മാറുന്നത്. മൈത്രിയെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ പറയും ആരോടുമുള്ള വെറുപ്പില്ലായ്മ, ഹേറ്റ് ടുവേഴ്സ് നൺ എന്നുള്ളത്. അതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സീതാകാന്തിന്റെ അവസാനത്തിൽ കാണാം. അങ്ങനെ നോക്കിയാൽ ആധുനികതയ്ക്കുള്ളിലെ ഒരുപക്ഷെ ഇന്ത്യൻ ആധുനികതയ്ക്കകത്തെ ഒരു പരിവർത്തനത്തിന്റെ ചലനപഥം, ഒരു ആ നിലയിലൊരു ട്രജക്ടറി ആശാന്റെ സ്നേഹഭാവത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. അതിൻ്റെ ആദ്യ പടമെന്നുള്ള നിലയിലാണ് ഞാൻ ചരിത്രം ഇരമ്പി നിൽക്കുന്ന ഒരു സംഘർഷസ്ഥാനായിട്ട് അനുരാഗത്തെ നോക്കാം.